വ്യക്തിത്വങ്ങളെ, ബഹുമാന അധ്യാപകരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായതും ഏറ്റവും സങ്കീർണമായതും എന്നാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായതുമായ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയെക്കുറിച്ച് ഏതാനും ചില വാക്കുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രകൃതിയുടെ ആവാസവ്യവസ്ഥയ്ക്ക് വ്യതിയാനം വരുത്തുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം മാലിന്യമാണെന്നുള്ള ആദ്യ പാഠം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി വിജയിക്കുകയുള്ളൂ എന്ന കാര്യം ഞാൻ ആദ്യം തന്നെ അടിവരയിട്ട് പറയുകയാണ്. മാലിന്യം എന്താണെന്നുള്ള തിരിച്ചറിയും അത് മനുഷ്യനെയും പ്രകൃതിയെയും എങ്ങനെ ബാധിക്കുമെന്നുള്ള ധാരണയും ഉണ്ടായാൽ തന്നെ നാം വിജയത്തിന്റെ പാതി വരിയിലെത്തും. ഗ്രാമങ്ങൾ പട്ടണങ്ങളാകുമ്പോൾ വരുന്ന വ്യതിയാനങ്ങളുടെ ആസൂത്രണമില്ലായ്മയാണ് നമ്മുടെ നാട് മാലിന്യ കൂമ്പാരമാകുന്നതിന്റെ മുഖ്യ കാരണം. മാലിന്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നതില്ല പ്ലാസ്റ്റിക്കാണ്. എത്ര തന്നെ നിയമ സംവിധാനങ്ങൾ നിലവിലുണ്ടായിട്ടും പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കലും വലിച്ചെറിയലും നിർബാധമായി തുടർന്നു കൊണ്ടേയിരിക്കുകയാണെന്നുള്ള ദുഃഖ സത്യം ഈ സമയത്ത് ഞാൻ വിസ്മരിക്കുന്നില്ല. ശുചിത്വ മിഷന്റെ ലോകം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചൂടുമായി നിൽക്കുന്ന കാക്ക. പണ്ട് കാക്കയ്ക്ക് തിന്നാനുള്ള ജൈവ മാലിന്യമേ ഒരു വീട്ടിൽ നിന്നുണ്ടാകാറുള്ളൂ. ചീത്തകൾ കൊത്തി വരിക്കിലും ഏറ്റവും വൃത്തി വേദിപ്പെടുന്നു എന്ന് വൈലപ്പള്ളി കാക്കയെ കുറിച്ച് പറഞ്ഞത് ഈ ചുറ്റുപാടിലാണ്. ഇന്ന് കെട്ടുകളിലും ഭാണ്ഡങ്ങളിലുമായി വലിച്ചെറിയപ്പെട്ട മാലിന്യങ്ങൾ കാക്കകളെ പോലുള്ള ജീവികൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതാണ്. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്റെ മനസ്സിലുള്ള ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ആവശ്യത്തിന് മാത്രം വരുന്ന ആഹാരം ഉണ്ടാക്കുക. ആഹാരം ഒരിക്കലും പാഴാക്കരുത്. അജൈവ മാലിന്യങ്ങളെ തരംതിരിച്ച് സർക്കാർ സംവിധാനത്തിലുള്ള ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുക. വലിച്ചെറിയൽ സംസ്കാരവും വലിച്ചെറിയുക. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകൾക്ക് പ്രത്യേക മന്ത്രി ഉള്ളതുപോലെ ശുചിത്വ മിഷനും പ്രത്യേക മന്ത്രിയെ അനുവദിക്കുക. എത്ര തന്നെ പരിഷ്കാരിയായാലും മാറാത്തത് മലയാളിയുടെ മനസ്സ് തന്നെയാണ്. മാലിന്യം ഉണ്ടാക്കുന്നവർ തന്നെയാണ് അത് സംസ്കരിക്കുന്നതിന്റെയും ഉത്തരവാദിത്വം എന്നുള്ള ഉത്തമ ബോധത്തിലേക്ക് നാം എത്തിച്ചേരേണ്ടതുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച ഹരിതകേരളം എന്ന പദ്ധതി ജനങ്ങളുടെ സഹകരണത്തോടെ വിജയകരമായി നടന്നു പോകുന്നുണ്ടെന്നുള്ള ആശ്വാസം വരും നല്ല നാളേക്കുള്ള